എല്ലാവരുടെയും സ്തുതിക്ക് നമ്മള് ഇന്നലെ ഇവിടെ ഏകദേശം ഇതേ സമയത്ത് വന്ന് ഏകദേശം ഒരു 24 അവേഴ്സ് നമ്മള് ഈ പ്രോപ്പർട്ടിയിൽ ചെലവഴിക്കുകയുണ്ടായി. ആ വന്ന സമയം തൊട്ട് ഈ നമ്മളിപ്പോൾ തിരിച്ചു പോകുന്ന ഈ സമയം വരെ നമ്മൾക്ക് നല്ലൊരു എൻജോയ്മെന്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു വേദി ഒരുക്കി തന്ന അച്ചീവേഴ്സിന്റെ ഈ എന്റെ പേര് പൂച്ചേഷ് കുമാർ. ടീമിനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്ത് സിജു ചേട്ടാ, ബീച്ച് കൊച്ചിൻ ഫോട്ടോഗ്രാഫിയുടെ മുതലേ ദിലീപ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബാക്കി കഥ നീ പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ പറയാ, ഇപ്പൊ കണ്ടത് ഒടുക്കമാണെങ്കിലും അതിന്റെ തുടക്കത്തിലേക്ക് പോയാലോ. ദോശ തിന്നുമ്പോ വടയില്ലെങ്കിൽ എന്ത് രസം, പക്ഷെ നല്ല രസമായിരുന്നു. ഗുഡ് മോർണിംഗ് BNI. വെരി ഗുഡ്. ഇന്ന് നമ്മൾ എത്ര പേര് പോകുന്നു എന്നുള്ളതല്ല, രാവിലെ 7:30 തന്നെ ജയലൻ സ്റ്റേഷനിൽ നിന്ന് കലൂരിൽ നിന്ന് ഞങ്ങളുടെ അച്ചീവേഴ്സിന്റെ ഔട്ട്ബോണ്ടിലുള്ള യാത്ര ആരംഭിച്ചു. ഭാരത് ബെൻസിന്റെ ഒരു വലിയ ബസ്സിൽ തന്നെയാണ് പോയത്. പക്ഷെ ആകെ 35 സീറ്റുള്ള ബസ്സിൽ 18 പേരെ വന്നുള്ളൂ. ആർക്കറിയാം, ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പോയ 18 പേരും ജനജില്ലകളാണ്. അങ്ങനെ ഓരോരുത്തരുടെയും കഥകളും പോവും എന്തോ കുന്താണോ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞ് അങ്ങ് പോയപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിലൊക്കെ ബ്ലോക്ക് വരെ ഞങ്ങള് പോയത്. ശൂശു എന്ന് വിളിച്ച ആരായാലും തിരിഞ്ഞു നോക്കില്ലേ? തിരിഞ്ഞു നോക്കണ്ട. കഥകൾ കൊള്ളാം. എസ്റ്റിയും BP കൂടി മൊബൈലിൽ ഫോൺ ചെയ്തിരിക്കുക. അപ്പൊ എങ്ങനെ അങ്ങനെ തമാശകളും കഥകളും ഒക്കെ പറഞ്ഞ് കുട്ടിച്ചിരിച്ച് സമയം പോയത് എന്ന് പറഞ്ഞില്ല. പൈസ കേട്ടോ, അതാ മാറണ്ടാവോ. എല്ലാവരെയും നമുക്കറിയാത്ത ഓരോരോ രഹസ്യങ്ങളും കഥകളൊക്കെ അറിഞ്ഞ് അങ്ങനെ പോവാണ്. എന്നാ പിന്നെ ടീം പെരുമാറിന്റെ കുത്തുവട്ടാൻ കേട്ടാലോ. ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വികാസ് ആൻഡ് കക്കനാട്. പകൽ മുഴുവൻ പണി എടുത്ത് കിട്ടുന്ന കശിന് കല്ല് കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കുന്ന വേലയുതാ, എന്റെ മോളെ കഷ്ടത്തിലാക്കുന്ന വേലയുതാ. അങ്ങനെ ഞങ്ങള് മൂന്നാറിലുള്ള സൂര്യനിരയിലെ കാലിപ്സോ അഡ്വഞ്ചേഴ്സിന്റെ റിസോർട്ടിലെത്തി. ഇനി ഇവിടെയാണ് ബാക്കിയാക്കി. ഇതാണ് രാജ് ഡേവിസ് എന്ന നേവി ക്യാപ്റ്റൻ, നേവി ഓഫീസറാണ് അദ്ദേഹം. റിട്ടയർഡ് ആണ്. ഇപ്പോ കാലിപ്സോയിലെ ഈ അഡ്വഞ്ചർ ഗെയിംസിക്കൊക്കെ ഒരു അടിപൊളി ഗൈഡ് കൂടിയാണ് ഇദ്ദേഹമാണ്. നമ്മളെ ഇനി 2 ദിവസത്തേക്ക് ട്രെയിൻ ചെയ്യുന്നതും ഗെയിം കളിപ്പിക്കുന്നതും നമ്മളെ ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കാനൊക്കെയുള്ള കഴിവുകൾ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ആദ്യത്തെ ഗെയിം ചെന്നോട്ടമേ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യാറായി. ഇതൊരു ടീം ബിൽഡിംഗ് ഗെയിമാണ്. നമ്മൾ വിചാരിക്കും പോലെ കൊച്ചുകുട്ടികളുടെ ഗെയിം പോലെ ഭയങ്കര വിസാരമായിരുന്നു ആദ്യം. പക്ഷെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്റെ പൊന്നു ദൈവമേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എന്തായാലും ഞങ്ങളുടെ ടീം വിജയിച്ചു, അപ്പുറത്തെ ടീം തോറ്റതല്ല. ഇത് ഭയങ്കര പാടാട്ടോ. ഈ പൈപ്പിൽ ഇങ്ങനെ ഒരു ചെറിയ ഗോട്ടി ഇങ്ങനെ രാശിക്ക നമ്മളവിടെ കൊണ്ടുപോയിടണം. മാർബിൾ ഒരു ചെറിയ പൈപ്പിനുള്ള അടിപൊളി ഗെയിമായിരുന്നു. ഇതിനകത്തുണ്ടായിരുന്ന നമുക്ക് ആ ഒരു ലീഡിങ് പവറും ഒക്കെ നമ്മളെ ചിന്തിപ്പിക്കാനൊക്കെ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. ഇങ്ങനത്തുള്ള ഗെയിമുകളൊക്കെ നിസാര കുത്തി ഓടാ ഓടി അപ്പുറത്ത് പോയിക്കണം. അങ്ങനെ അങ്ങനെ തോമസ് സാറ് അതിന്റെ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. കേട്ടോക്കി അങ്ങനെ അത് സംഭവിച്ചു. ഷോൺ കണ്ടു, കഴക്കിയിട്ടു. ഇങ്ങനെ പലതവണ ട്രയലല്ലാട്ടോ പലതവണ ചെയ്ത് ഒരു രീതിയിൽ 4 തവണ കൊണ്ടിട്ടു. പക്ഷെ മറ്റേ ടീമിന് 2 തവണ 1 തവണയായിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയൊരു കോമ്പറ്റീഷൻ ആയിട്ടും അന്നാ രാവണപ്രഭുവിൽ മോഹൻലാൽ പറയുമ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് മെഡലൊന്നും കിട്ടിയില്ല. നല്ലൊരു കോമഡി ആയിട്ടൊക്കെ അങ്ങനെ പോയിട്ടോ. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. ആ ബ്രീഫിംഗിലാണ് നമ്മൾ എന്തുകൊണ്ടാണ് ജയിച്ചതെന്നും എന്തുകൊണ്ടാണ് തോറ്റതെന്നും എന്താണ് അതിനകത്ത് സ്ട്രാറ്റജി എന്നൊക്കെ വിശകലനം ചെയ്യുന്ന ബ്രീഫിംഗ്. അതൊക്കെ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ബിസിനസ്സിനും ഒക്കെ ഒത്തിരി പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട് ബോൾഡ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടാണ് എനിക്ക് കിട്ടിയത്. പല്ലിക്കാണ് കൊള്ളാലോ.
ചാപ്പിൽ 5-8 സ്ത്രീകളുണ്ടായിരുന്നിട്ടും ആരും വന്ന് വീട് 3 പേര് മാത്രം കേട്ടോ. അപ്പൊ ഇവർക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. എല്ലാവരും നമ്മളൊരു ബോണ്ടിങ് വന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇതുവരെ പോയിട്ടുള്ള എല്ലാ ട്രിപ്പിലും ഇതൊരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു. രജിച്ചേട്ടനും സിജേച്ചേട്ടനുമായിരുന്നു ഈ ഷോയുടെ ഷോ സ്റ്റോപ്പേഴ്സ്. ഇവര് അത്യാവശ്യം കൈകാര്യം ചെയ്തുകൊണ്ടും ഫൈസിയുടെ ഒരു എന്താ പറയുക അവതരണ ശൈലിയൊക്കെ കാരണം പരിപാടിയുടെ ഗംഭീരമായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള മെമ്പേഴ്സ് അതിന് കട്ടയ്ക്ക് കൂടെ പിടിച്ചു. ഒരു സംശയമില്ല, ഇവര് ഞങ്ങളുടെ മുത്തോണികളാണ്. 2 ഹോ ഇട്ടേക്കാം. ഇത്രയും ഗ്യാപ്പിൽ എറണാകുളം നഗരത്തില 18 ബിസിനസ്സുകാരി ഒരു യാത്ര തുടങ്ങിയത്. ആ യാത്രയിലുടനീളം അവരൊരു സാഹസികമായ ബസ് യാത്രയായിരുന്നു നടത്തിയത്. ആ ബസ്സാണ് കുറേ കംപ്ലൈന്റ്സ് ഉള്ള ബസ്സായിരുന്നു. ആ ബസ് അവസാനം അടിമാലി എത്തിയപ്പോൾ വർക്ക്ഷോപ്പിൽ കയറ്റി റെഡിയാക്കി എടുത്തു. അതെല്ലാവരും തുടങ്ങുമ്പോൾ തന്നെ അടിച്ച് പൂസായിരിക്കുന്നു. അതിന് പ്ലാൻ മാറ്റി അവര് കൊടകിനാക്കി ഇടാന്ന് വെച്ചു. ഞാൻ പറയണ അല്ല, ഞാനിവിടെ 11 മണിക്ക് വെയിറ്റ് ചെയ്തതാണ്. ബസ് എത്താൻ 4 മണിയായി. ആകെ നമ്മളെ കാത്ത് ഒരുപാട് ജനലക്ഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതെ, ഒരുപാട് ഗെയിംസ് ആയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ബ്ലൂടൂത്ത് കണക്ട് ആവാൻ കുറച്ച് സമയം. എല്ലാവരും എത്തിയത് ലേറ്റ് ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ എല്ലാവരും ഭയങ്കര ആകാംക്ഷയായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി വന്ന ഫുഡിനകത്തുണ്ടായ ചിക്കൻ മസാല പിടിച്ച് ചത്ത കോഴിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബസ്സിന്റെ പുറകിൽ ചെറിയ കുട്ടി കരച്ചിലായിരുന്നു. ആ കുട്ടി ആരുടെയെന്ന് പറഞ്ഞു അറിയില്ല. ബസ്സിൽ നമ്മൾ പുറത്തിറങ്ങില്ല. ആ ബസ്സിന്റെ ബാക്കിലത്തെ ശബ്ദം നോക്കി അവിടെ ചെന്നപ്പോൾ അതാ ഒരു മരിച്ചിടക്കുന്ന സ്ത്രീ. പക്ഷെ ആ മരിച്ച് കിടക്കുന്ന സ്ത്രീയുടെ തൊട്ടരികിൽ പ്രായപൂർത്തിയാവാത്ത ഒരു കുഞ്ഞു കൊച്ചു. ആ കുട്ടിയുടെ ഈ അമ്മയുടെ തൊട്ടടുത്ത് കൊച്ചു കരയുകയായിരുന്നു. അതവിടെ പറഞ്ഞു. ആ കുട്ടിയുടെ കച്ചിലാണ് പിന്നെ അലയിൽ കെട്ടി കല്ലിയങ്കാട്ടി നീലയും മാറിയത്. എന്തോ നിലയായി? ആ കല്ലിയങ്കാട്ടി നീലയിൽ നിന്ന് ആ മുൾവേലിയിലൂടെ അവൾ സഞ്ചരിക്കുകയായിരുന്നു. അതിനുശേഷം നേരെ പോയത് ബിവറേജിലേക്കാണ്. അവിടെ ചെന്ന് 2 വോഡ്ക ഷോട്ട് അടിച്ചാൽ ഫ്ലാറ്റായി. ആ പോലീസുകാർ ഒരു പെരുമാറുകാരനാണോ? അങ്ങനെ ചിരിച്ചും ചിന്തിപ്പിച്ചും ഡാൻസ് കളിച്ചും പാട്ടുപാടിയും ഗെയിംസും കളിച്ച് ആ ദിവസം അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ മയങ്ങിപ്പോയി. മയങ്ങിയതാരും അറിഞ്ഞില്ല കേട്ടോ. സുപ്രഭാതം പൊട്ടിവിടണം. ശരി മുറി ടിങ് ടിങ് ഡും 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 ഡും. സുപ്രഭാതം പൊട്ടിവിടണം. രാവിലെ തന്നെ കുറച്ചു പേര് ദാനേഷമാക്കനായിട്ടും അന്ന് മധ്യവയസ്കയിലേക്ക് എത്തിക്കുന്ന ഇവർ 3 പേരും ഇങ്ങോട്ട് പോയി, കൂടെ ഞാൻ. പക്ഷെ അവിടെ ഉണ്ടായ ചർച്ചകൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇതാരാ ആവേശത്തിലാ 2 എണ്ണ കുളിച്ചോണ്ടിരിക്കുക. കുളിസീനുണ്ടോ ഇതിനകത്ത്? അയ്യോ, ഈ കയറ്റം കയറി എന്റെ ഊപ്പാട് വന്നു. അതാരാ അവിടെ ഇരിക്കണേ? ഈ ടെന്റിൽ അയമ്പതിൽ കിടന്നേ നല്ല കൂർപ്പമരി അടുത്തല്ലേ. ഇത് നമ്മുടെ സിജാണല്ലോ. സിജോടെ പേരും ചോദിച്ചു കഴിഞ്ഞാ മൂക്കത്താ ശുണ്ടി. എന്നെ എന്താ തൊറ്റി പിടിപ്പിനെ? ശുണ്ടി തരല്ലേ പറഞ്ഞ നഷ്ടം മാറിയിട്ടൊന്നുമില്ലല്ലോ. ഇനി അടുത്ത പരിപാടി തുടങ്ങാൻ രാവിലെ തന്നെ ഈ മുളയുടെ ദർശനവും ആ ടയറിന് ട്യൂബൊക്കെ വെച്ചിട്ട് ഒരു ചെങ്ങാടം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ റിവർ റാഫ്റ്റിങ്ങിന് വന്നു. റിവറൊന്നുമല്ല, ചെറിയ ലേക്കില്. അപ്പോ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു എക്സ്പെർട്ടീസും ഒക്കെ ഈ എന്റെ മുതലാളിക്ക് ഉണ്ടായാലും രക്ഷപ്പെട്ടു. ഈ പണി ബാലേനേട്ടാ. എന്റെ മുതലാളിക്ക് പിന്നെ തൊഴുത്തുകൂട്ടായിരുന്നു. അല്ല, തൊഴുത്തിലെ പശുവിനെ കെട്ടലായിരുന്നു പണി.
അപ്പുറത്തെ ടീമും ഉണ്ട്. 2 ടീമാണല്ലോ നിങ്ങൾ. അപ്പൊ അപ്പുറത്തെ ടീമും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കെട്ടുകൊടുക്കാൻ സ്വന്തം ചേച്ചി കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടാണെന്ന് പറയാൻ പാടില്ല. ഇന്ത്യയുടെ ചിരി നിർത്തണമെങ്കിൽ ഓ തങ്കം താനം ഭൂഹമ്പം ഓഹാന ഹോഹം ഭൂഹമ്പം. എല്ലാവരും അമ്മ അവിടെ എത്തിയിട്ടാ ജീപ്പിലേക്ക് ഇരിക്കാൻ. ഓ ദേ എന്ത് രസാ. അല്ല അടിപൊളി സ്ഥലമായിരുന്നു. അങ്ങനെ പോയത് അവിടെയാണ് ആ തടാകത്തൊരു ചെക്കിടാൻ തന്നെ സെറ്റപ്പാണ്. കിളം കെട്ടി എടുത്തിട്ട് അവിടെയാണ് ബോട്ട് മത്സരം നടക്കാൻ പോണത്. ഞങ്ങൾ എല്ലാവരും അവിടെ എത്തി. ബോട്ട് കൊണ്ട് അവിടെ എത്തിച്ചിട്ടുണ്ട്. വിവേകത്തിന്റെ എന്താ തലക്ക് ഇറങ്ങി അടിച്ച പോട്ടെ. ഹേ കർമ്മ. ഞങ്ങളുടെ പ്രസിഡന്റ് വന്നു. ടിങ്കറി അതെ സിനിമാരാന്ന് വിചാരം. എസ്ഐൻ ചാരം അതെന്തോ സഞ്ചാരം കാരണം എന്തോ തപ്പിയെടുക്കണ്ട. അതെ ടാറ്റ പറഞ്ഞോട്ടെ തിരിച്ചേ. അമ്മബിനെ പറ്റിട്ട് കളി വെള്ളത്തി പോവും. പറ ബോട്ടും തോട്ടടാ. ചങ്ങടക്കൊന്നുമില്ല. ഈ വള്ളി അല്ല വള്ളകളി തുടങ്ങാല. അങ്ങനെ സിജു ചേട്ടനും വിവേകേട്ടനും കർമ്മനും ഷോണും ക്ലൈവും ലാൽ ചേച്ചിയും കൂടി ഒരു ബോട്ടിൽ കയറി. നീ സിജു ഉണ്ടായിരുന്നു നല്ല സ്ഥലമുണ്ട്. അടുത്ത ബോട്ട് പോന്നാട്ടെ. വന്നാട്ടെ. ബോട്ടിന്റെ ഫ്രണ്ട് പൊങ്ങിക്കാനായിട്ട് എന്റെ മോലാളിനെ പ്രേറ്റിനെ വിളിച്ച് ബാക്കിൽ കണ്ട്. ബോട്ടിന്റെ ഫ്രണ്ട് പൊങ്ങിയിരിക്കടാ. അപ്പൊ നല്ല തള്ളു കൊടുക്കാലാ. ഈ ബോട്ടിൽ ഹരിതയുണ്ട്. പിന്നെ ആരോളോ റോഹിച്ചേട്ടനുണ്ട്. പിന്നെ രാജേഷ് ചേട്ടനുണ്ട്. ഫ്രണ്ടിൽ ആരാണ്ടല്ലോ രാജേഷ് ചേട്ടനുണ്ട്. ബാക്കിലിതേ എന്റെ മോലാളി പ്രേച്ചേട്ടപ്പം മുങ്ങി പോവോ. എന്റെ മോലാളി പോയിട്ട് മുങ്ങി ചാകരുന്ന ആദ്യമാണ്. എന്നെ ആരും നോക്കും. പിന്നെ എന്തായാലും ഇവിടെയൊക്കെ കാണാം. കൊള്ളാല. മെല്ലെ മൂന്നാർപ്പില്ല എന്റെ തേയില്ല. പിന്നെ വരണ വരവേണ്ടതൊന്നും ലോകസമാനത്തിലുള്ള സന്തോഷ് ട്രോഫി പഠിച്ചിട്ട് വരാമെന്ന്. ഹ്യൂമർക്ക് എന്തൊരു കേറാണോ. എനിക്കാണ് 2 ഓണക്കമീൻ്റെ കഷ്ണം കിട്ടിയാവുള്ളതുണ്ട്. കിട്ടാവോ? അവിടെ മുഴുവൻ ചിക്കനും കോഴിയൊക്കെയാണേ. എന്തായാലും കുഴപ്പമില്ല. കൂടെ പെട്ടുപോയില്ലേ. എന്ന് പോടോ. പിന്നെ എന്നെ രസാല ജീപ്പൊക്കെ വന്നാണ്. കൊള്ളാലോ. രാധയുടെ കഥ പിന്നെ ഉണ്ടാ. എല്ലാമാരും കേട്ടിട്ടുണ്ട്. കടയിലൊക്കെ ചോട്ടുണ്ട്. പട്ടാക്കം പിന്നെ ഒന്നുമില്ല. കൊള്ളട്ടാ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അതിൽ ഞാൻ ഇന്നലെ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ കുറെ പേര് വരുന്നില്ല. അത് പേര് വെറുതെ ഇട്ടതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. എന്താ റീസൺ എന്ന് പോലും പലർക്കും പറയാൻ പറ്റാതെ അങ്ങനെയൊക്കെ ബാക്കൗട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ ശരിക്കും ഇതൊരു ഫ്ലോപ്പ് ആണെന്നാണ് എന്റെ ഒരു വിചാരം ഉണ്ടായിരുന്നത്. ഈ ബസ്സിൽ കയറിയപ്പോഴും ജോർജ് സാർ എന്നോട് ചോദിച്ചു, ആരും വന്നില്ലല്ലോ പ്രസിഡന്റ്. അപ്പോഴും നമ്മൾ ചിരിച്ചോണ്ട് ആർക്കൊന്നും കുഴപ്പമില്ല, ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് കാര്യം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അവിടെ മനസ്സിൽ ഭയങ്കര ഒരു കുത്തലാണ്. കാരണം ഇത്രയും പേരെ പ്രതീക്ഷിച്ചിട്ട് 30 പേരുടെ കാശ് കൊടുക്കണം. എന്തൊക്കെയായാലും ഈ തവണത്തെ ഔട്ട് ബോണ്ട് സൂപ്പറാന്ന് എന്റെ മോനാളി ഭാര്യയോട് എന്ന് പറഞ്ഞേട്ടോ. അത് അടിപൊളിയായിരിക്കുമല്ലോ. ഞാൻ പ്രസിഡന്റ് രാധയും VP ആയിട്ട് രാജേഷും അതൊരു ST ആയിട്ട് രാകേഷും ഇരുന്ന് ലീഡ് ചെയ്ത് നമ്മുടെ കർമ്മനും തോമസ് ഈവന്റ് കോർഡിനേറ്റർ ആയിട്ട് ബാക്കിയുള്ള മെമ്പേഴ്സിനെ സഹായിച്ചു പോയ ഈവന്റ് അങ്ങനെ മോശം സാധ്യതയിലാണ് കൂടി പറയാനായിട്ട്. പക്ഷേ ഇതേവരെ അച്ചേഴ്സിൽ പുള്ളി ചേർന്നിട്ട് അച്ചേഴ്സിൽ ഇതേപോലത്തെ ഒരു ഇവന്റ് നടന്നിട്ടില്ലെന്നും അതെല്ലാവർക്കും ഈ വന്ന 18 പേർ ഒരേ സ്വരത്തിൽ പറഞ്ഞെന്നും ഒക്കെ പറയാനിട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഇമ്മാരി ഫുഡും കഴിച്ച് ഇവരെ ഒരു പോക്കാനുള്ളൂ. എന്നാലുള്ള ഫുഡാണെന്ന് പറഞ്ഞാൽ വരുമ്പോൾ നമ്മുടെ ഇവിടെ മലബാറിലെ ജാർന്ന കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശുഭം.